ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ കേരളത്തിലും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലും വിവിധ സർക്കാർ ആശുപത്രികളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ആരോഗ്യ കേരളത്തിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBBSഉം TCMC രജിസ്ട്രേഷനുമാണ്. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 62 വയസ്സ് വരെയാണ്. ശമ്പളം 41,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് JPHN RBSK നഴ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള JPHN ബിരുദം, കൂടാതെ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷനാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. ശമ്പളം 14,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് സീനിയർ TB ലബോറട്ടറി സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള DMLT അല്ലെങ്കിൽ BSc MLT ബിരുദമാണ്. കൂടാതെ പെർമനൻറ്റ് 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസും 2 വീലർ ഡ്രൈവിംഗ് പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 മാസത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ കോഴ്സ് പരിജ്ഞാനവും 1 വർഷത്തിൽ കുറയാത്ത NDEP പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. ശമ്പളം 17,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സൈക്കോളജിയും കൂടാതെ RCA രജിസ്ട്രേഷനുമാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. ശമ്പളം 20,000 രൂപയാണ് ലഭിക്കുക. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് സ്റ്റാഫ് നഴ്സ് പാലിയേറ്റീവ് കെയർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് BCCPN കോഴ്സും പാസ്സായിരിക്കണം. കൂടാതെ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ശമ്പളം 17,000 രൂപയാണ് ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ജനന തീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും അവയുടെ പകർപ്പുകളും ബയോഡേറ്റയും മൊബൈൽ നമ്പർ, ഇമെയിൽ ID സഹിതം 31/10/2023 വൈകിട്ട് 5 മണിക്കുള്ളിൽ ആരോഗ്യ കേരളം തൃശ്ശൂർ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് www.arogyakeralam.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്തത് കോട്ടയം ജില്ലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഫാർമസി അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത SSLC ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കാർഡിയോ തെറാസിക് സർജറി ആൻഡ് കാർഡിയോവാസ്കുലർ സർജറി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി വരുന്നത് 18-നും 41-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നവംബർ 1-നകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തത് ആലപ്പുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വഴി ദിവസവേതന അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. DPT, BPT എന്നിവയാണ് യോഗ്യത വരുന്നത്. സമാന മേഖലയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നവംബർ 4-ന് രാവിലെ 10:30-ന് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാവൂർ ആൺകുട്ടികളുടെ ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് രാത്രികാല പഠന ചുമതലകൾക്കായി മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. ബിരുദവും B.Edുമാണ് യോഗ്യത വരുന്നത്. 2024 മാർച്ച് വരെയാണ് നിയമനം. സ്ഥിര നിയമനത്തിന് അർഹതയുണ്ടാകില്ല. പ്രവൃത്തി സമയം വൈകിട്ട് 4 മണി മുതൽ രാവിലെ 9 മണി വരെയാണ്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് പുരുഷ ജീവനക്കാരെയാണ് പരിഗണിക്കുക. പ്രതിമാസ വേതനം 12,000 രൂപയാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, തിരിച്ചറിയൽ രേഖ, മുൻപരിചയം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നവംബർ 1-ന് രാവിലെ 10:30-ന് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് മലപ്പുറം ജില്ലയിൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കെട്ടിടങ്ങളുടെ വിവരശേഖരണത്തിനും ഡാറ്റ എൻട്രിക്കുമായി നിയമനം നടത്തുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ITI സർവേയർ എന്നിവയിൽ കുറയാത്ത യോഗ്യതയുള്ള 18നും 40നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 30 ഉച്ചയ്ക്ക് 2:30 അസൽ രേഖകളും പകർപ്പുകളുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ഹാജരാവണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ, ലാബ് ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. വർക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് നവംബർ 1 രാവിലെ 10:30 താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരിക്കും. രാത്രി ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ. സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി നേരിട്ട് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.